സാഹിത്യകാരന്മാർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് ഞാൻ പറയുകയില്ലെന്ന് മാത്രമല്ല, കൃത്യമായൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കണം എന്ന അഭിപ്രായവും എനിക്കുണ്ട്. എന്നാൽ കവിയുടെയും സാഹിത്യകാരൻ്റെയും രാഷ്ട്രീയം എപ്പോഴും ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയമായിരിക്കണം, നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയമായിരിക്കണം. അതുകൊണ്ടാണ് പബ്ലോ നെരൂദ അനീതിയുടെ തീ പടരുമ്പോൾ അവിടെ ഒരു കലാപം ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണോ അനീതി ക്രൂരമായി ഭീകരനൃത്തമാടുന്നത്, അതിനെതിരെ നീതിയുടെ ശബ്ദം, മനസാക്ഷിയുടെ ശബ്ദം ഉയർത്തേണ്ടവനാണ് സാഹിത്യകാരൻ എന്നുള്ള കാര്യത്തിൽ ലോകത്തെ പ്രതിഭാശാലികളായ ഒരു സാഹിത്യകാരന്മാർക്കും സംശയമില്ല. എന്നാൽ ഇന്ന് കേരളത്തിൽ നാം കാണുന്നത് മനുഷ്യരഹിതമായ, നീതിരഹിതമായ, അനീതിയുടെ തീമഴ പെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി, ഒരു അധികാര രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കുഴലൂത്ത് പാടുവാൻ തയ്യാറായി നടക്കുന്ന കുറേ സാഹിത്യ കോമരങ്ങളെയാണ് നാം കാണുന്നത്. ഞാനിത് പറയുന്നത്, നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ കക്ഷികൾ സ്ഥാനാർത്ഥികളെ നിർത്തുകയും മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിൻ്റെയും നിലപാടിൻ്റെയും പ്രശ്നമാണ്. ഇവിടെ ഒരു കവികൾ സ്വീകരിക്കേണ്ട നിലപാടെന്തായിരിക്കണം? അവർ ഇന്ന് ഈ സംസ്ഥാനത്ത് എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മനസ്സിലാക്കുകയും അതിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സാഹിത്യകാരന്മാരെ, കവികളെ അംഗീകരിക്കാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ദീർഘമായ രക്തസാക്ഷിത്വം കൊണ്ടും സമര പരമ്പരകൾ കൊണ്ടും കെട്ടിപ്പടുത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു കുടുംബത്തിൻ്റെ കാൽക്കൽ കൊണ്ട് കെട്ടിവയ്ക്കുകയും മുഖ്യമന്ത്രിയുടെ മകൻ്റെ പോലും ആജ്ഞ അനുസരിക്കേണ്ടവരായി ഒരു രാഷ്ട്രീയ നേതൃത്വം മാറുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അഴിമതി സർവത്ര വ്യാപകമാവുകയും എല്ലാത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സംരക്ഷണം കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് മാത്രമല്ല, ഈ 276 രൂപ കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണെന്നറിയാം. ആദിവാസികളുടെ ജീവിത പ്രശ്നത്തിൽ അവരുടെ നിലപാടെന്താണെന്നറിയാം. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ തന്നെ ആദിവാസികളുടെ ഭൂമിയുടെ അവകാശം ഇല്ലാതാക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നും നമുക്കറിയാം. ആ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ആദിവാസിക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി വാസുവേട്ടൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. അതും ജനങ്ങൾ കാണുന്നു. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതും ഉണ്ടൊരു വശത്ത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ, ഇവിടെ ജീവിക്കാൻ മാർഗമില്ലാത്ത ജനങ്ങൾ, തൊഴിലില്ല, നിലവിലുള്ള തൊഴിൽശാലകൾ തന്നെ പൂട്ടിക്കുകയോ അവരെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഓടിച്ചു വിടുകയും ചെയ്യുന്നൊരു സമീപനം, നോക്കുകൂലി സമ്പ്രദായം, തൊഴിലില്ലായ്മ, വിദ്യാലയങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥ, വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ഒരുവിധം തകർത്തിരിക്കുന്ന ഒരു സാഹചര്യം, ഒരു യോഗ്യതയുമില്ലാത്ത ആളുകൾ വിദ്യാഭ്യാസ മന്ത്രിയും മറ്റു മന്ത്രിമാരുമായിരിക്കുന്ന ഒരവസ്ഥയിൽ വന്നുപെടാവുന്ന ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കടന്നുപോകുന്നു. കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങൾ മുഴുവൻ തകർന്നടിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ സാമാന്യ ജനവിഭാഗങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ടാക്സ് കൂട്ടാത്ത ഒരു മേഖലയുമില്ല എന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ ദുരന്തപൂർണമായൊരു ജീവിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളോട് യാതൊരു കാരുണ്യവുമില്ലാതെ, ഒരു അനുതാപവുമില്ലാതെ സാഹിത്യകാരന്മാരെന്നും കാര്യങ്ങളെന്നും പറഞ്ഞു കിടക്കുന്ന കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമടുതാങ്ങുകൾ അവർ നിലമ്പൂരിൽ ചെന്ന് നിന്ന് കമ്മിറ്റി കൂടിയിട്ട് ഇടതുപക്ഷത്തിന്, അതായത് സംസ്ഥാന സർക്കാർ വോട്ട് ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത്. കേരള സംസ്ഥാനത്തിലെ തായ്ക്കണ്ടി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രൂരമായ ഈ ഭരണത്തിന്, അനീതി നിറഞ്ഞ ഭരണത്തിന്, തൊഴിലില്ലായ്മ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു
ഭരണത്തിന് യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ മുഴുവൻ കൊട്ടിയടക്കുകയും പിൻവാതിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണത്തിന് ഇങ്ങനെ കഷ്ടപ്പാടുകളുടെ നീണ്ട പരമ്പരകൾ കയറഴിച്ചു വിട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലാക്കിയിരിക്കുന്ന ഒരു ഭരണത്തിന് വോട്ട് നൽകണം എന്ന് പറയുവാൻ വേണ്ടി സച്ചിദാനന്ദന്മാരും മീരമാരും ആയുഷുമാരും വൈശാഖന്മാരുമെല്ലാം ചെന്ന് കൂടി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന ആ ഒരു വളരെ ഭീതിതമായൊരവസ്ഥയിലേക്ക് കേരളം ചെന്നെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം സാംസ്കാരിക നായകന്മാരാണെന്ന് പറയുന്ന ഇവിടുത്തെ മാധ്യമങ്ങളാണ്, ജനങ്ങളല്ല. ജനങ്ങൾക്ക് ഈ സാഹിത്യകാരന്മാരെക്കുറിച്ച് വലിയ മതിപ്പൊന്നുമുണ്ടെന്ന് ആർക്കും കരുതുവാൻ നിവർത്തിയില്ല. പക്ഷേ ഈ സാഹിത്യകാരന്മാർ ഇതിൽ ഈ ചെന്ന് കൂടിയിരിക്കുന്ന ആളുകൾ ഓരോരുത്തരെയും നോക്കിക്കഴിഞ്ഞാൽ അവർ മുഴുവൻ CPMൻ്റെ വെട്ടുകത്തികളാണ്. CPM ചാടിക്കളിയുടെ കൊച്ചുരാമ എന്ന് പറഞ്ഞാൽ ചാടിക്കളിക്കാൻ തയ്യാറായി നടക്കുന്ന കുറച്ച് പേന ഉന്തുകാർ, അങ്ങനെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് നിലമ്പൂരിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറയുന്നു, ഈ ഉപതെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന്. ആർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു അവകാശമാണ്. ജനങ്ങൾ ചിന്തിച്ചുറപ്പിച്ച് ചെയ്തുകൊള്ളും. നമുക്കറിയാം, സാഹിത്യകാരന്മാർ പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ഈ നാട്ടിൽ വോട്ട് ചെയ്യാൻ തയ്യാറാവുകയില്ലെന്ന് മാത്രമല്ല, ഈ സാഹിത്യകാരന്മാർ വോട്ട് ചെയ്താൽ സാധുവാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ സ്വന്തം നെറ്റിയിൽ ഫോർ സെയിൽ ബോർഡും വെച്ച് നടക്കുന്നവരാണ്. ആരാണോ കാശ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടി എന്നുള്ള മട്ട്. ഒരു ഭാഗത്ത് അയാൾ ആശാവർക്കർമാർക്ക് അനുകൂലമായി സംസാരിക്കുകയും മറുഭാഗത്ത് അതിനെതിരെ ചെന്ന് പിണറായി വിജയനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നാറിയ സമീപനം. ഇത് ഒരു പുരസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അവാർഡിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി എന്ത് വിടുപണി ചെയ്യുവാനും തയ്യാറുള്ള കുറേ ആളുകൾ സ്വയം സാഹിത്യകാരന്മാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവരെല്ലാം യഥാർത്ഥത്തിൽ സാഹിത്യകാരന്മാർ ആയി തീർന്നിരിക്കുന്നത് CPMൻ്റെ സഹായം കൊണ്ടാണ്. CPM കൈവിട്ട് കഴിഞ്ഞാൽ അവർ സാഹിത്യകാരന്മാരല്ലാതായിപ്പോവും. അതുകൊണ്ടാണ് അവർ കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഒരു കാരണവശാലും ഒരു മനുഷ്യനും ഒരു നിമിഷം പോലും ചിന്തിക്കുവാൻ കഴിയാത്ത തരത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ അഴിമതിയെ, ഈ അക്രമത്തെ, ഈ നീതിരാഹിത്യത്തെ ഈ ആദിവാസികൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, ദളിതന്മാർക്ക് പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തൂടെ പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വേടൻ എന്ന് പറഞ്ഞിട്ട് ഒരു അവതാരത്തെ ഇറക്കിക്കൊണ്ട് ദളിതന്മാരെ വഞ്ചിക്കുകയും അതോടൊപ്പം ഇസ്ലാമിക ഭീകരവാദികളായ ഹമാസുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെ ഇടതുമുന്നണിക്കും ആവശ്യം ജമാഅത്തെ ഇസ്ലാമി, ലോകം മുഴുവൻ ഭീകരത പടർത്തുന്ന ഒരു സംഘടനയുടെ വോട്ടിന് വേണ്ടി ഇവരെല്ലാം ഒന്നിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പോലും എന്തുകൊണ്ട് നിങ്ങൾ CPM നയിക്കുന്ന ഒരു ഗവൺമെൻറ് വോട്ട് ചെയ്യണമെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് എന്ത് മാന്യമായ മറുപടിയാണ് ഈ സാഹിത്യകാരന്മാർക്ക് പറയാനുള്ളത്? അതിനാൽ ഞാൻ എത്രയോ കാലമായി ഇപ്പോൾ വീഡിയോ ഇടാറില്ല. പക്ഷേ ഇപ്പോൾ സാഹിത്യകാരന്മാർ നിലമ്പൂരിൽ ചെന്നുകൂടി വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ അശ്ലീല സാഹചര്യത്തിൽ ആ അശ്ലീലത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ സാഹിത്യം എഴുതിക്കൊണ്ട് തന്നെ നടക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ പട്ടമൊന്നുമില്ലെങ്കിലും ഇവരെക്കാളേറെ സാഹിത്യരചന നടത്തുകയും ജനങ്ങൾ പുസ്തകം വാങ്ങിച്ച് വായിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ വൃത്തികേടുകൾ, ഈ സാഹിത്യത്തിൻ്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ അശ്ലീലത്തെ എതിർത്ത് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടലായി പോകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുവാൻ തയ്യാറായത്.